പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തതാണ്, എന്നാൽ നെറ്റ്വർക്ക് എറർ സംഭവിച്ചു, അതുകൊണ്ടാണ് കട്ടായത്. നമുക്കൊരുമിച്ച് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ എന്നോർത്ത് ആ സകല മഹത്വവും യേശുവിനെ അർപ്പിക്കാം. ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാ ഞങ്ങളുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായിട്ട് പാടുന്ന പാട്ട് ഞങ്ങൾ ഇതിനു മുന്നേ പാടിയിട്ടുള്ളതാണ്. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവത്തെ മറന്നു കളയുന്നവരെ ഇത് ഓർത്ത് കളവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും എന്നൊരു വാക്യം സങ്കീർത്തനത്തിലുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു കളയുന്നവർ ആയി ജീവിതത്തിൻ്റെ പല അവസ്ഥകൾ നേരിടുമ്പോൾ മറക്കുന്നവരാണ്. എന്നാൽ ദൈവം അതല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ ദൈവത്തെ നമ്മൾ മറന്നുപോയ അവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം നിർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ ഈ പാട്ട് ശ്രദ്ധിക്കാം. മുത്തങ്ങൾ നൽകി ആത്മാവിൻ്റെ വീണമിട്ടി നിന്നെ തഴുകി, നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിൻ്റെ ഈണമിട്ടി നിന്നെ തഴുകി. ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി, നെഞ്ചുണർത്തു ചൂടു നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നുപോയോ? ദൈവത്തെ മറന്നു ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും,
സ്വർഗത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ദൈവത്തെ മറന്നു ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവ്വവും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ലൈവ് ചെയ്യുന്നത് ജോബിൻ്റെ വീട്ടിലാണ്, ജോബിൻ്റെ റൂമിലാണ് ചെയ്യുന്നത്. എന്നും എൻ്റെ റൂമിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ കാലാവസ്ഥയുടെ പ്രതികൂലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ. എവിടെ ദൈവത്തെ ആരാധിച്ചാലും ഏത് സന്ദർഭത്തിലായാലും നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ ആയിരിക്കണം നമ്മൾ ഓരോ വ്യക്തികളും. നമുക്ക് വീണ്ടും അടുത്ത സോങ് പാടാം. പഴയ ഒരു സോങ്ങാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ഒരുപാട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം യേശു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. പാട്ടുകാരൻ പറയുന്നത് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ ആര് വിളിച്ചപേക്ഷിച്ചാലും, ആര് യേശുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേട്ടിട്ട് ഉത്തരം അരുളുന്ന ഒരു കർത്താവിനാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ചേർന്ന് നമുക്ക് പറയാം, നിങ്ങളുടെ എന്ത് പ്രാർത്ഥന വിഷയമായിക്കോട്ടെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, ദൈവമേ എൻ്റെ ഈ വിഷയത്തിന്മേൽ മറുപടി അയക്കണമേ എന്ന് പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അതിന് ഉത്തരം തരുന്ന, അതിന് മറുപടി തരുന്ന, നമ്മളോട് സംസാരിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. ഉത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. ഭണ്ഡാരത്തിൽ
നൽകണേ എൻ യാചന. ആ പുത്രന്റെ നാമത്തിൽ, പുത്രനാകുന്ന യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം തരുമെന്നരുളിയോടെ നീക്കം വരാത്ത തൻ്റെ വാഗ്ദത്തന്മേൽ എൻ പേർക്ക് തന്നുമല്ലോ. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരാം. നീക്കം വരാത്ത ആ യേശുവിൻ്റെ വാഗ്ദത്തം നമ്മൾ ഓരോ വ്യക്തികളും പകർന്നുകൊണ്ട് പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ. വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്തമിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്റെ ആത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൻ വരമധികം. പകരുക ആത്മാവിൻ ആ തിരുശക്തി എന്മേൽ നിറയുവാൻ നിർജ്ജനങ്ങൾ. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൻ വരമധികം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൻ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ ജനങ്ങൾ. കേൾക്കണേ പ്രാർത്ഥന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.
ഹല്ലേലൂയ. നമുക്ക് ഏത് സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. വചനം എൻ്റെ ആത്മാവിൽ ദാഹം തീർപ്പാൻ തരണം, ആത്മാവിൻ്റെ തിരുശക്തി എൻ്റെ മേൽ തരണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരു സോങ് കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പാടി ആരാധിച്ചിട്ടുള്ള ഒരു സോങ്ങാണ് അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവെ. നമ്മളിന്ന് ലോകത്തിൽ നമ്മൾ യേശുവിനെക്കാട്ടി ഉപരിയായിട്ട് എന്ത് സ്നേഹിച്ചാൽ അത് വിഗ്രഹ ആരാധനയായിട്ട് മാറുകയാണ്. നമ്മൾ കൂടുതലും നമ്മുടെ മൊബൈലിനെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തെക്കാട്ട് ഉപരിയായിട്ട് എന്ത് സ്നേഹിക്കുന്നു അത് വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം, അങ്ങേക്കാൾ യേശുവിനേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല. അന്ത്യം വരെയും ആ ചിറകിൻ്റെ മറവിൽ എന്നെ കരുതുന്ന ആ ഗുരുവിനെ, അതുപോലെ ക്ഷീണിതനാകുമ്പോൾ ആ തോളിൽ വഹിച്ച് ലാളിച്ചു നടത്തുന്ന എൻ്റെ അപ്പനെ, വീണിടാതെന്ന തേജസ്സിൻ മുൻപിൽ ധൈര്യമായി നിർത്തിയിരുന്ന ആ നാഥനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ഒരുമിച്ച് എന്നോടുകൂടെ ചേർന്ന് പറയാമോ? അങ്ങേക്കാൾ ഞാൻ വേറെ ഒന്നിനെ സ്നേഹിക്കത്തില്ല യേശുവേ. ഹല്ലേലൂയ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അന്ത്യം വരെയും എന്നെ ചിറകിൻ്റെ മറവിൽ നടത്തുന്ന, എന്നെ കരുതുന്ന ആ ഗുരുവിൻ്റെ സ്നേഹത്തെ, ഹല്ലേലൂയ, എൻ്റെ ജീവൻ പോകും വരെയും യേശുവിൻ്റെ ചിറകിൽ മറവിൽ ഞാൻ ജീവിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അക്ഷീണിതനാകുന്ന നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം നേരിടാം. എന്നാൽ ആ ടൈമിൽ എന്നെ തോളിൽ വഹിച്ച് ലാളിച്ച് നടത്തുന്ന എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെക്കാൾ അധികമായിട്ട് ആ സ്വർഗത്തിലെ അപ്പൻ എന്നെ പോറ്റുന്നതോർത്ത് അങ്ങേക്കാൾ ഞാൻ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല. ആകുമ്പോൾ തോളതിൽ വഹിച്ചു ലാളിച്ചു നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ
സാധിക്കണം. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതാകണം ഏത് ടൈമിലും പറയുന്ന ഹല്ലേലൂയ. അങ്ങേക്കാൾ, എൻ്റെ യേശുവിനേക്കാൾ അധികമായിട്ട് ഞാൻ ഒന്നിനെ സ്നേഹിക്കുകയില്ല. യേശുവിനെ വിട്ട് ഞാൻ മാറുകയില്ല. എന്നെ ഏത് നേരത്തും എന്നോട് കൂടെ ഇരിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹമാണ്, ആ സ്നേഹത്തിലാണ് ഞാൻ വസിക്കുന്നത് എന്നൊരുമിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എനിക്ക് ഇന്ന് രാവിലെ തന്ന ഒരു വാക്യമാണ് യെശയ്യാവ് എൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറയായും ഇരിക്കും. ഈ വാക്യം ഇതിൽ പറയുന്നത് ഒരു പ്രവചന ശബ്ദമാണ്. നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിലുള്ളതിനെ നോക്കിയാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിലുള്ളതിനെ നോക്കിയാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നത്. ആദ്യം ദൈവം ചെയ്തതാണ്. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മൾ ആകാശത്തിലേക്ക് നോക്കുവിൻ, തല ഉയർത്തി നോക്കുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. അത് രണ്ടും നോക്കുവാൻ പറയുന്നു. എന്നാൽ അതിനെ ആശ്രയിക്കുവാനല്ല ദൈവം പറയുന്നത്. ആ ആകാശം എന്താണ്? പുക പോലെ പോയി പോകുമെന്നാണ് പറയുന്നത്. ദൈവം സൃഷ്ടിച്ച ആകാശമാണ്. എന്നാൽ അതിനെ നമ്മൾ ഈ ഭൂമിയിലുള്ളതിനെ നോക്കി, അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തിൽ ഉള്ളതിനെ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകാശം ഒരിക്കൽ അത് പുക പോലെ പോകുവാനുള്ളതാണ്. ഭൂമി എന്താണ്? വസ്ത്രം പോലെ പഴകുന്നതാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തിലെ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ന്യൂസിൽ തോന്നുന്നു, ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു, ഓസോൺ പാളിയുടെ ആ ഒരു ആകാശത്തിലുള്ള, അതിലെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, റഷ്യയാണോ ഞാൻ ഓർക്കുന്നില്ല, അത് വലിയ വിള്ളൽ, റഷ്യയുടെ അത്രയുള്ള വിള്ളൽ വന്നിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിച്ചു. അങ്ങനെ ആകാശം എന്താണ്? പുക പോലെ പോയി പോകുന്ന വസ്തുവാണെന്ന് അത് നമ്മൾ അതിലൂടെ, ശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. അതുപോലെ ഭൂമി വസ്ത്രം പോലെ പഴകുന്നതാണ്. ഇന്നത്തെ ഈ ഭൂമിയുടെ അവസ്ഥ പോയി കഴിഞ്ഞാൽ 2050 അതൊന്നും ഈ ഭൂമി ഒരിക്കലും ഈ നിലയിൽ കാണുകയില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് ആ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനം നമുക്ക് ഈ ദൈവവചനം അതിൻ്റെ നിവൃത്തി നമുക്ക് അറിയുവാൻ സാധിക്കും. ആകാശം പോകുന്നതാണ്, പുക പോലെ മാറിപ്പോകുന്നതാണ്. ഭൂമി വസ്ത്രം പോലെ പഴകിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ എന്താണ്? പിന്നീട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്: അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. അപ്പോൾ അതിൽ വസിക്കുന്ന സകലതും, നമ്മൾ ഇന്ന് ലോകത്തിൽ അനേകരെ നോക്കി ഓടിയാൽ അത് അവരും നശിക്കുവാനുള്ളതാണ്. എന്തായാലും കൊതുക് പോലെ ചത്തുപോകുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, ഞാൻ ആകാശത്തിൻ്റെ കാര്യം പറഞ്ഞു, ഭൂമിയുടെ കാര്യം പറഞ്ഞു. ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊതുക് പോലെ ചത്തുപോകുന്നതാണ്. കൊതുകിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ചുരുക്കമേ ഉള്ളൂ. അത് എങ്ങനെയായാലും ചത്തുപോകുന്ന ഒരു അവസ്ഥയാണ് കൊതുകിൻ്റെ അവസ്ഥ, നമുക്കറിയാം. അതുപോലെ ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിവാസികൾ, അനേക ജനങ്ങളാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ എന്താണ്? ഇതിൽ നിന്ന് ആകാശം മാറിയാലും, അല്ലെങ്കിൽ ഭൂമി മാറിപ്പോയാലും, ഭൂമി പഴകി അത് മാറിപ്പോയാലും എന്താണ്? എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയില്ല. അപ്പോൾ എന്തൊക്കെ മാറിപ്പോയാലും, നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കി ഓടിക്കഴിഞ്ഞാൽ അതെല്ലാം മാറിപ്പോകുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം, നമ്മൾ പറയുന്ന പോലെ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല എന്ന് നമ്മൾ പാടി. ഹല്ലേലൂയ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ രക്ഷ, ആ ദൈവത്തിൻ്റെ നീതി എന്നേക്കും ഇരിക്കുന്നതാണ്, നീതിക്ക് നീക്കം വരാത്തതാണ്. അപ്പോൾ ഈ ദൈവവചന സത്യം, ഈ ദൈവത്തെ നിങ്ങൾ അറിയുമ്പോൾ അതൊരിക്കലും മാറ്റം വരുന്ന ഒന്നല്ല. ഭൂമിയും ആകാശവും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നീങ്ങിപ്പോയാലും ഈ ദൈവവചനത്തിന്, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു മാറ്റവുമില്ല. ആ നീതിക്ക്, ആ രക്ഷയ്ക്കും ഒരു മാറ്റവും സംഭവിക്കില്ല. പിന്നീട് ഒരു വാക്യം കൂടെ കേൾക്കുന്നു, എൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്. അപ്പോൾ നിങ്ങൾ
ദൈവത്തിൻ്റെ വാക്കാണ് കേൾക്കേണ്ടത്. പലപ്പോഴും മനുഷ്യർ നിന്ദിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടാലും ആ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവർ ദൂഷണങ്ങളെ ഭയപ്പെടരുത്, നിന്നെ ഭയപ്പെടരുതെന്ന് പറയുന്നു. അവർ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത് എന്ന് പറയുന്നു. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയും. അവർക്ക് നാശമുള്ളതാണ്. നമ്മളെ ദൂഷിക്കുന്നവർ അല്ലെങ്കിൽ നിന്ദിക്കുന്നവർ, അത് പുഴു എങ്ങനെ അവരെ, കൃമിയെ എങ്ങനെ നശിപ്പിക്കുന്നു, അതുപോലെ നശിച്ചു പോകുന്നു. എന്നാൽ എന്താണ്? നീതി, ദൈവത്തിൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറയായി ഇരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതാണ് ദൈവവചനം പറയുന്നത്. നമ്മളിന്ന് പലപ്പോഴും ഇന്ന് ലോകത്തെ നോക്കി ഓടുന്നവരാണ്, ലോകത്തിലുള്ളതിനെ നോക്കി ഓടുന്നവരാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിന് ഒരു മാറ്റവുമില്ല. അത് എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. ഞാൻ ഈ ആകാശത്തെ നോക്കിയല്ല, ഞാൻ ഈ ഭൂമിയെ നോക്കിയല്ല, ഞാൻ ഭൂമി വസിക്കുന്ന മനുഷ്യരെ നോക്കിയല്ല, യാതൊന്നിനെ നോക്കിയല്ല ഓടുന്നത്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ നോക്കിക്കൊണ്ട്, എൻ്റെ ദൈവത്തെ നോക്കിക്കൊണ്ട്, സ്വർഗത്തിലെ അപ്പനാകുന്ന എൻ്റെ യേശുവിനെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കാൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ നോക്കിക്കൊണ്ട് നമുക്ക് ഓടുവാൻ, ദൈവത്തിൻ്റെ രക്ഷയെ, നീതിയെ നമുക്ക് ശ്രദ്ധിക്കുവാൻ, ആ നീതി പ്രകാരം, രക്ഷപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ആദ്യം ലൈവ് സ്റ്റാർട്ട് ചെയ്തതാണ്, എന്നാലും നെറ്റിൻ്റെ ചെറിയ കംപ്ലൈൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും തുടങ്ങിയത്. കാലാവസ്ഥയുടെ പ്രതികൂലമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജോബിൻ്റെ വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ലൈവ് ചെയ്യുവാൻ വെളിവെച്ചെല്ലാം നടത്തിയിട്ടുണ്ട്. എന്നാൽ എവിടെ വെച്ച് നടത്തിയാലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ നാമത്തെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. പേജുണ്ട്, അത് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിൽ ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാവരും ഷെയർ ചെയ്യുക. അത് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.